ഹലോ DS +1 ഫിസിക്സിൽ കുറഞ്ഞ സമയം കൊണ്ട് മികച്ച മാർക്ക് വാങ്ങിക്കാവുന്ന കുറച്ച് ട്രിക്കുകളും സ്ട്രാറ്റജീസും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. മാത്രമല്ല വീഡിയോ മുഴുവനായിട്ട് കണ്ട് നമ്മൾ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒരു അടിപൊളി PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കാൻ പോവുകയാണ്. അപ്പം അങ്ങനെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സാമിന് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു മെറ്റീരിയൽ PDF കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ വീഡിയോ കാണുക വഴി ലഭിക്കുന്നത്. അപ്പം നമ്മൾ അതിനകത്തെ ഫിസിക്സിലോട്ട് പോകുമ്പം അതിനകത്ത് വെയിറ്റേജ് ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. കണ്ടോ, 2024 വെയിറ്റേജും 2025 വെയിറ്റേജും. അപ്പം വെയിറ്റേജിലെ മാറ്റങ്ങൾ നിങ്ങൾക്ക് നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പം ചില ചാപ്റ്റേഴ്സിൽ നമ്മൾ പ്രതീക്ഷിച്ച പോലെ ഇപ്പം മോഷനിൻ്റെ പ്ലെയിനിലാണ് വലിയൊരു മാറ്റം വന്നിരിക്കുന്നത്. 8 മാർക്കിൽ നിന്ന് 5 മാർക്കിലോട്ട് ചുരുങ്ങിയത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം, 3 മാർക്കൊക്കെ വ്യത്യാസങ്ങൾ വരാം അതിനകത്ത്. മനസ്സിലായില്ലേ? നമ്മൾ 8 മാർക്കിന് വിചാരിച്ച് പഠിച്ചാൽ ചിലപ്പോൾ 5 മാർക്ക് ആ ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. വെയിറ്റേജ് മാത്രമല്ല എല്ലാം എന്ന് പറയുന്നത്, അതിനകത്ത് മറ്റു പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഈ ഓസിലേഷൻ ആൻഡ് വേവ്സ് ഇപ്പം നോക്കൂ, നിങ്ങൾ ഓസിലേഷൻ ആൻഡ് വേവ്സ് ഇവിടെ കണ്ടോ, അവസാനം 8 മാർക്കിനാണ് വെയിറ്റേജ്. വളരെ ചെറിയ ചാപ്റ്ററാണ്. ഓസിലേഷൻസിലെ പെൻഡുലവും അതുപോലെ സെക്കൻഡ്സ് പെൻഡുലം അങ്ങനെ പറഞ്ഞിട്ട് വളരെ കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് ചോദിക്കാറുള്ളൂ. അപ്പം അത് പഠിച്ചു കഴിഞ്ഞാൽ, അതുപോലെ വേവ്സ് അതിൻ്റെ ഇക്വേഷന് അതിനൊക്കെ സിമ്പിൾ കാര്യങ്ങളുണ്ട്, അതിലെ ക്വസ്റ്റ്യൻസ് പഠിച്ച്, അതുപോലെ തന്നെ തെർമൽ പ്രോപ്പർട്ടീസ് തെർമോഡൈനാമിക്സ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ 4, 5, 9 മാർക്കാണ്. അപ്പം തന്നെ 8ഉം 9ഉം എത്രയായി? 17 മാർക്കായി. ദെൻ കൈനറ്റിക് തിയറി വളരെ സിമ്പിളാണ്, 20 മാർക്ക്, വളരെ പെട്ടെന്ന് പഠിക്കാവുന്നതാണ്. അപ്പം തന്നെ 20ആയി. ദെൻ ഇവിടെ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ് 24ആയി. പിന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് വളരെ സിമ്പിളാണ്, അപ്പം 29ആയി. അപ്പം കണ്ടോ, പകുതിയോളം മാർക്ക് പെട്ടെന്ന് നേടാവുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് ഉണ്ട്. അപ്പം നിങ്ങൾ ഫിസിക്സ് പഠിക്കുമ്പോൾ ഈ ചാപ്റ്റേഴ്സ് അതിനകത്ത് പഠിക്കുക. അല്ലാണ്ട് ഡെറിവേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ആണെങ്കിൽ ഇതിനകത്ത് തിയറി വരുന്ന കുറേ ഭാഗങ്ങളുണ്ട്. ഇപ്പം തെർമൽ പ്രോപ്പർട്ടീസ് തെർമോഡൈനാമിക്സ് അതിലൊക്കെ തിയറി വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് തിയറി വരുന്നുണ്ട്. അതുപോലെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഭയങ്കര സിമ്പിളാണ്. അങ്ങനെ പിന്നെ നിങ്ങൾക്ക് മോഷൻ ഇൻ 1 ഡയമെൻഷൻ പഠിക്കാം, കാരണം അതും വളരെ സിമ്പിളാണ്. മോഷൻ ഇൻ എ പ്ലെയിന് പഠിക്കാം, അതിലെ വെക്ടേഴ്സിൻ്റെ ആ ഒരു ഡെറിവേഷനും അതുപോലെ തന്നെ പ്രൊജക്റ്റൈൽ മോഷൻ്റെ ഡെറിവേഷനുമാണ് എപ്പോഴും വരാറുള്ളത്. അതുപോലെ മോഷൻ ഇൻ 1 ഡയമെൻഷനിൽ നമ്മുടെ ഇക്വേഷൻസ് ഓഫ് മോഷനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് പഠിച്ചു തീർക്കാൻ പറ്റും. ദെൻ ലോസ് ഓഫ് മോഷനിലാണെങ്കിലും നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോയും അതുപോലെ തന്നെ റീകോയിൽ വെലോസിറ്റി ഓഫ് ഗണ്ണും അതുപോലെ നമ്മുടെ F=ma ആ ഒരു ഡെറിവേഷൻ കാര്യങ്ങൾ സെക്കൻഡ് ലോയുമായി ബന്ധപ്പെട്ട് അതൊക്കെ ചോദിക്കാം. അപ്പോൾ അതാണ് അതിനകത്ത് ഏറ്റവും അധികം നിങ്ങൾക്ക് പെട്ടെന്ന്. പിന്നെ നമ്മുടെ ലോസ് ഓഫ് മോഷനിലാണ് നമ്മുടെ എന്ത് വരുന്നത്, ബാങ്കിങ് ഓഫ് റോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റും, നല്ല വെയിറ്റേജും ഉണ്ട്. അപ്പം ആ രീതിക്ക് ഞാൻ വന്ന ഓർഡർ തന്നെ നിങ്ങൾ നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടും. പിന്നെ വർക്ക് എനർജി പവറിൽ എപ്പോഴും ചോദിക്കുന്ന കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. പിന്നെ റൊട്ടേഷനിൽ ടോർക്ക് മൊമെൻറ്റം അങ്ങനെ ആ ഒരു കുറച്ച് ക്വസ്റ്റ്യനുകൾ അതിനകത്തുണ്ട്. ഗ്രാവിറ്റേഷൻ ചിലപ്പം പലർക്കും അതിൻ്റെ ഡെറിവേഷനൊക്കെ ബുദ്ധിമുട്ടുണ്ട്. എന്നിരുന്നാലും കെപ്ലസ് ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എളുപ്പമുള്ള ഭാഗങ്ങളും ഉണ്ട്. പിന്നെ അതിനകത്ത് ഇപ്പോൾ ഫ്ലൂയിഡ്സിലും നിങ്ങൾക്ക് അതിനകത്ത് പിന്നീട് ഫ്ലൂയിഡ്സ് നിങ്ങൾക്ക് എന്താണെന്ന് പറയുക ഹൈ വെയിറ്റേജ് ഉണ്ട്. പക്ഷേ പലപ്പോഴും ഇതിലെ ഡെറിവേഷൻസ് എന്താണ് വലിയൊരു ചാപ്റ്ററിന് ഒരുപാട് പഠിക്കാനുണ്ട്. പക്ഷേ അതിന് വേണ്ട ക്വസ്റ്റ്യനുകൾ മാത്രം പഠിച്ചു പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആദ്യം അതാണ് നിങ്ങൾ പഠിക്കേണ്ടത്. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് റൗണ്ടിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് പഠിക്കാം. അപ്പം എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം എന്തായാലും ഈ ഒരു ചെറിയ ചാപ്റ്റേഴ്സ് ഓസിലേഷൻ, വേവ്സ്, തെർമൽ പ്രോപ്പർട്ടി, തെർമോഡൈനാമിക്സ്, കൈനറ്റിക് തിയറി അങ്ങനെ തീർത്ത് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് തീർത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡിലേക്കും പോകാം കേട്ടോ, കാരണം അത് 9 മാർക്ക് ഉണ്ടല്ലോ. അപ്പം പക്ഷേ അതിനേക്കാളും കുറച്ചുകൂടി എളുപ്പത്തിൽ പഠിക്കാവുന്നതാണ് ഈ മോഷൻ ഇൻ എ പ്ലെയിനും ലോസ് ഓഫ് മോഷനും അതുപോലെ വർക്ക് എനർജിയിലെ ക്വസ്റ്റ്യൻ അതുപോലെ റൊട്ടേഷനിലെ ക്വസ്റ്റ്യൻ അതൊക്കെ പെട്ടെന്ന് തീരും. അത് കഴിഞ്ഞ് ഫ്ലൂയിഡിലോട്ട് പോവാം. ഫ്ലൂയിഡ് എന്തായാലും നിങ്ങൾ വിടരുത്. ഓക്കെ, അപ്പോൾ അതാണ് എൻ്റെ ഒരു അഡ്വൈസ് ഈ ഒരു കാര്യത്തിൽ. എന്തായാലും നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ ഏത് ടൈപ്പ് വീഡിയോ ആണ് വേണ്ടതെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഞാൻ പറഞ്ഞ PDF നിങ്ങൾക്ക് ഞാൻ നൽകാൻ പോകുന്ന PDF എന്ന് പറയുന്നത് നമ്മുടെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള ആ ഒരു ചാപ്റ്റർ, അതുപോലെ തന്നെ മോഷൻ ഇൻ 1 ഡയമെൻഷൻ, ഈ 2 ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട 5 സ്റ്റാർ 3 സ്റ്റാർ കാറ്റഗറി ഉറപ്പായിട്ടും പഠിക്കേണ്ട ക്വസ്റ്റ്യനുകളുടെ ഒരു PDF നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഈ വീഡിയോ കാണുന്നവർക്ക് നമ്മൾ നൽകാൻ പോവുകയാണ്. അതിന് നിങ്ങൾ താഴെ PDF എന്ന് കമൻറ്റ് ചെയ്യണം. ഒപ്പം നമ്മുടെ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിലുണ്ട്. അതിൽ ജോയിൻ ആയിട്ട് എനിക്ക് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ആ PDF ഉടനെ തന്നെ ഇതുപോലെ ഓരോ PDFകൾ നിങ്ങൾക്ക് കിട്ടും. മനസ്സിലായില്ലേ? അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനും അതുപോലെ ലൈക്കും കമൻറ്റും ചെയ്യുന്നവർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. ഒപ്പം നിങ്ങൾക്ക് നമ്മുടെ സപ്പോർട്ടായിട്ട് വീഡിയോ നിങ്ങൾ ഹൈപ്പ് ചെയ്തോളൂ. ഓക്കെ, എനിവേ അപ്പോൾ ഇതൊക്കെയാണ് അടുത്ത നമ്മുടെ വെയിറ്റേജുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു +2 ചാനലുണ്ട്. അപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റുകാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് അതിൽ ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് +1കാർക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെച്ചോളൂ, സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ വെക്കാം.
അപ്പോൾ അതൊക്കെയാണ് അടിപൊളിയാക്കാൻ നമുക്ക് പൊടി പാരിക്കണം മിന്നിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസ് വേണം കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ദാറ്റ്സ് ഓൾ, താങ്ക്സ് ഫോർ വാച്ചിങ്.